ഹലോ, നമസ്കാരം. മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു യാത്രയിലാണ്. യാത്ര വേറെ എവിടേക്കും അല്ല, ഉത്രാളിക്കാവിലേക്കാണ്. അപ്പോൾ ഈ ഉത്രാളിക്കാവ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കേൾവിയായി തുടങ്ങിയത് കുറേ റീൽസിൽ കൂടെ ഒക്കെ ആട്ടോ. കാര്യം തൃശ്ശൂരാണ്, ഒരുപാട് പ്രസിദ്ധമാണെങ്കിലും എനിക്കറിയില്ലായിരുന്നു അത് ഇത്ര തൊട്ടടുത്താണെന്നൊന്നും. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ റീൽസൊക്കെ കിട്ടപ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി ഞാൻ ശരിക്കും കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒരു സൺഡേ ഈവനിങ് അവിടേക്ക് അങ്ങ് പോകാമെന്നായി. ഫാമിലിയിലുള്ള എല്ലാവർക്കും ഫുൾ സപ്പോർട്ടുമായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ നമുക്കറിയാമല്ലോ ഇപ്പോൾ മഴ സമയമാണ്. അപ്പം മഴ സമയത്തെന്ന് പറഞ്ഞാൽ ഇരുണ്ട ഒരു കാലാവസ്ഥയാണ്. അന്ന് ആ ഒരു കാലാവസ്ഥ നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഞങ്ങളൊരു ഒരു 3 മണിക്ക് മുന്നേ തന്നെ ഇറങ്ങിയെന്ന് തോന്നുന്നു. 3 മണിക്ക് മുന്നേ തന്നെ ഇറങ്ങി. പക്ഷേ ക്ലൈമറ്റ് കണ്ടില്ലേ, നല്ല ഇരുണ്ട ഒരു സമയമായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് യാത്രയൊക്കെ നല്ല സുഖമായി. അതുകൊണ്ട് തന്നെ പിന്നെ ഉത്രാളിക്കാവിൽ പോകുമ്പോൾ ഏറ്റവും നല്ലതും ഈ വെയിലില്ലാത്തൊരു അവസ്ഥയാട്ടോ. കാരണം ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈവനിങ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവേ ഞങ്ങൾ എല്ലായ്പ്പോഴും എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഈവനിങ് ടൈമാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് അധികം ചൂടെടുക്കുകയോ അങ്ങനത്തെ അവസ്ഥയൊന്നും ഉണ്ടാവില്ലല്ലോ. ചെറിയ കാറ്റൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഈവനിങ് ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഓപ്റ്റ് ചെയ്യണത്. പിന്നെ യാത്ര സുഖമായിരുന്നു. നമ്മൾ തൃശ്ശൂർ എപ്പോഴും ആ ഭാഗത്തേക്ക് പോകുന്നത് അറിയാലോ. വെറുതെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് വരെ ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്കാണ്. കാരണം അവിടുത്തെ റോഡൊന്നും അത്ര മോശമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങോട്ട് പോകാനൊക്കെ. പിന്നെ പോകുന്ന വഴിയിൽ കുറേ പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു വഴി വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു റൂട്ടാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഉൾനാടൻ പ്രദേശം പോലെയൊക്കെയാണ് തോന്നിയത്. പഴയ കെട്ടിടങ്ങളും പഴയ വീടുകളും ഒക്കെ കണ്ടാക്കിയാണ് നമ്മൾ പോയത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലായിടത്തും ബ്ലോക്കാണ്. അപ്പം നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും നമ്മളിങ്ങനെ ആലോചിക്കും, ഓക്കെ അവിടെ എത്തണമെങ്കിൽ 2 മണിക്കൂർ സമയമൊക്കെ എത്തും എന്നുള്ളത്. അപ്പം ഞങ്ങൾ അത് മുൻകൂട്ടി ഞങ്ങൾ വിചാരിച്ചു 2 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞു. കുറച്ച് നേരത്തെ തന്നെ എത്താൻ കഴിഞ്ഞു. ഷൊർണൂർ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത് സാധാരണ. പിന്നെ അവിടെ എത്തുമ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഉത്രാളിക്കാവിലെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, നമ്മുടെ ആൽമരച്ചുവട്. ഞാൻ ഒരുപാട് ബുക്സ് റിവ്യൂ ചെയ്യുന്നത് കണ്ടു അവിടെ ഇരുന്നുകൊണ്ടൊക്കെ ആളുകൾ. അപ്പം അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ്. ഞാൻ നോക്കുമ്പം നല്ലൊരു ആൽമര ചുവടും ഉണ്ട്, അതുപോലെ തന്നെ ട്രെയിൻ പോകുന്ന സ്ഥലം. ഇതൊക്കെ ഇത്ര അടുത്തുള്ളൊരു സ്ഥലമാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഉത്രാളിക്കാവാന്നും ഇവിടെ അടുത്താണെന്നൊക്കെ പറഞ്ഞത്. അപ്പം നല്ല രസമുള്ള പ്രകൃതി ഭംഗി ശരിക്കും കാണാനുള്ള ഒരു സ്ഥലമാട്ടോ അത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ പണ്ടെന്നല്ല തോന്നുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണിത്. എനിക്ക് ഒരുപാട് പേരെടുത്ത് പറയാൻ ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ലെങ്കിലും ഞാൻ ഒരുപാട് സിനിമകളിൽ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. അത്ര ഭംഗിയായിട്ടുള്ള, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മലയും പിന്നെ സൈഡ് നിറച്ചു വയലും അതുപോലെ നല്ല രസമായിട്ടുള്ള ട്രെയിൻ പോകുന്ന ഭാഗവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ആ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര കുളിർമ തോന്നും. അപ്പം ഇതുവരെ നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും പോകട്ടോ. കാരണം സാധാരണ ഒരു അമ്പലം ഭാഗം അങ്ങനെയല്ല ഇത് ഉദ്ദേശിക്കണേ. ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പം ഈ വെറുതെ അവിടെ വന്ന് ഫോട്ടോ എടുക്കാനും റീലെടുക്കാനും വേണ്ടി മാത്രം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് തവണ ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ കിട്ടി. അപ്പം ഞങ്ങൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് കുറേ പേര് അതിന് വേണ്ടിയിട്ട് ട്രെയിൻ പോകുന്ന ടൈം ആവുമ്പം അവിടെ അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അമ്പലം ഭയങ്കര വലിയ അമ്പലമായിട്ടൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞ് അമ്പലമാണ്. പക്ഷേ നമ്മൾക്ക് ചെറിയ അമ്പലമാണെങ്കിലും ചില അമ്പലങ്ങളിൽ കയറുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും. അത് നമുക്ക് ഇവിടെയും കിട്ടും. ദേവിയാട്ടോ അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ക്ഷേത്ര സമയം വൈകുന്നേരത്ത് 5 മണി മുതൽ 5 മണിക്ക് തുറക്കും, 7:30 മണി വരെയാണ് ഉള്ളത്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ എങ്ങാണ്ട് 5 മണി തുടങ്ങി 9 മണി വരെയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, 7:30 മണി വരെ ഉള്ളത് മുന്നിൽ അവിടെ ചാർത്തിയിട്ടുണ്ട് സമയങ്ങളൊക്കെ. അപ്പോൾ പോകണം എന്ന് ഉദ്ദേശിക്കുന്നവർ ആ സമയത്തിനുള്ളിൽ തന്നെ പോവുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഫോട്ടോ എടുക്കാനും റീലെടുക്കാനും പിന്നെ ആ ഭംഗി കണ്ടിട്ടും ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഷൊർണൂർ ഭാഗത്ത് കല്യാണങ്ങൾക്ക് വന്നവരും അതല്ലാതെ ആ ഏരിയയിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരും ഒക്കെ ഈ ഭാഗത്ത് പെർട്ടിക്കുലർലി വന്ന് കാണുന്നുണ്ട്.
അതിന് ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വിചാരിച്ചത് അമ്പലം തുറക്കാൻ വേണ്ടി കാത്തുക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോകാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് അവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് ആ ഡ്രസ്സിലൊക്കെ നല്ല രസമാണ്. ഒരു വലിയ നമുക്കിപ്പം നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു ചെറിയൊരു പിഴവുണ്ടായിരുന്നതെന്ന് പറയുന്നത് അന്ന് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട്, പക്ഷെ എന്നാലും ആ ക്ലൈമറ്റ് കണ്ടോ, നല്ല ഇരുണ്ടിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. അതുപോലെ നല്ല കാറ്റും ഒക്കെ ഉണ്ട്. നല്ല സുഖമായിരുന്നു അവിടെ ഇരിക്കാനും, ചൂടെടുക്കില്ല. അപ്പം ആ ഒരു സമയം നല്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈമാണ് ഇപ്പോഴും. ഇപ്പം മഴയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്താ ചൂടായിരിക്കും. ഒരു 6 മണിയൊക്കെ ആവേണ്ടി വരുമല്ലോ ഇതിൻ്റെയൊക്കെ ചൂടൊക്കെ മാറാൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പം നല്ലൊരു സമയമാണിത്. എന്തായാലും പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാം. അമ്പലമൊക്കെ ഞങ്ങൾ പുറമേ എടുത്തിട്ടുണ്ട് കുറച്ച്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം. അകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചുറ്റി നടക്കാനൊന്നുമില്ല. ചെറിയൊരു അമ്പലമാണ് പറഞ്ഞ പോലെ തന്നെ. പിന്നെ മഴയുണ്ടായിരുന്നു. മഴയുടെ കുറച്ച് ക്ലിപ്സൊക്കെ ഞങ്ങൾ എടുത്തു. ഞങ്ങളകത്തായിരുന്നു, കാറിന് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഹസ്ബൻഡ് കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ പോയി നോക്കിയൊക്കെ ചെയ്തു. എന്നാലും നല്ല വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ മഴ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റോഡ് കടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കടയുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ചെറിയ കടയാണ് അതിനകത്ത്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ബോംബെ സമൂസയൊക്കെ ഇല്ലേ, അതും പിന്നെ അതുപോലെ തന്നെ ഉള്ളിവടയും അങ്ങനെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു എനർജിയൊക്കെ ആയി. അപ്പോൾ എല്ലാവരും ആ വയലിൽ കൂടി ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു കൊതിയൊന്ന് വയലിലൊക്കെ കൂടി പോവാം. അപ്പം ഞാൻ പറയുകയും ചെയ്തു എന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക, കാരണം ഈ ഭാഗത്ത് ഒന്നും അധികം നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്. പക്ഷെ വയലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു ബ്യൂട്ടിയുള്ള ഒരു ഏരിയ കിട്ടാൻ വലിയ പ്രയാസമാണ് ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ. അപ്പം ഞങ്ങളങ്ങനെ നടന്നു പോയി. പിന്നെ ആ ഭാഗത്തുണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞി ബ്രിഡ്ജൊക്കെ വെച്ചിട്ട്, ബ്രിഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ തന്നെ വെച്ചിട്ട് അതിൻ്റെ താഴെ കൂടെ ഒരു ചെറിയ അരുവി എന്ന് പറയാൻ പറ്റുമോ, ഇല്ല, ഒരു തോടോ അങ്ങനെയൊക്കെ ഒരു വലിപ്പത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ അതൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമാട്ടോ അവിടെയൊക്കെ. ആളുകൾ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെയായിട്ട് വന്ന് നിൽപ്പുണ്ട് അവിടെ. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. നല്ല രസമുണ്ട്. കുറച്ചധികം നേരം നിൽക്കാൻ കണക്കാക്കിയിട്ട് വേണം അവിടെ പോകാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ധൃതി പിടിച്ച് പോകുന്ന ആ ബ്യൂട്ടി ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല, സമയം കിട്ടില്ല നമുക്ക്. ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നടക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ പൊപ്പി ഉണ്ടായിരുന്നു. പൊപ്പീനെ അച്ഛനും അമ്മയും കൂടി എടുത്തുകൊണ്ട് നടക്കും. അവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. കാണാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു രസമല്ലേ. അപ്പം നമ്മൾ അങ്ങനെ അങ്ങ് പോയി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ മീറ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫിനെ അവിടെ വെച്ച് കണ്ടു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ജോഷും വൈഫ് റുക്കും. അപ്പോൾ അവർ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. അവരും ഇതുപോലെ ഏതോ ഒരു കല്യാണത്തിനെങ്ങാണ്ട് പോയിട്ട് ഉത്രാളിക്കാവ് കാണാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. അപ്പോൾ 17 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്തത്, എൻ്റെ ഹസ്ബൻഡും ആ ഫ്രണ്ടും ഒക്കെ ആയിട്ട്. പിന്നെ വൈഫും ഞാനും ഒക്കെ മീറ്റ് ചെയ്തു, സംസാരിച്ചു. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. ആ ദിവസത്തിലെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. കാരണം നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാതെ കോളേജ് ടൈമിലൊക്കെ കണ്ട ആളെ വീണ്ടും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലാണത്. അപ്പോൾ ആളും അവർക്കും അതുപോലെ തന്നെ തോന്നി. പിന്നെ യൂഷ്വൽ പ്രൊസീജിയേഴ്സ് തന്നെ, നമ്മൾ നമ്പേഴ്സ് കൈമാറുന്നു, വിളിക്കാമെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അത് വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അധികം നേരം നിന്നില്ല. ഞങ്ങൾ തൊഴുതതിന് ശേഷം 5 മണിയായപ്പോൾ തുറന്നപ്പോൾ തന്നെ ഞങ്ങൾ പോയി തൊഴുതു വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. മഴയും കാര്യങ്ങളൊക്കെ കടുത്ത് വരുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരാന്നുള്ള രീതിക്ക്. പിന്നെ അവിടെ ഒരു ഹൈലൈറ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഗുരുവായൂർ പോയ വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഞങ്ങളൊരു മന്തിക്കടയിൽ കയറിയായിരുന്നു, നമ്മുടെ പോപ്പിയൊക്കെ ആയിട്ട്. അവിടെ ഇങ്ങനെ പുറത്താണ് ഒരു എന്താ പറയുക, ഹട്ട് പോലെ വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ ആ ഹട്ട് അവൾക്കും കയറാൻ പറ്റും. കാരണം നോർമലി എന്താണ്, എല്ലായിടത്തും ഒന്നും പെറ്റ്സ് അലൗഡ് അല്ല. അപ്പം നമുക്ക് ഇവളെ ഇങ്ങനെ പുറത്ത് നിർത്തിക്കൊണ്ട് കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് നല്ല രസകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു അത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈവനിങ് ടൈമിൽ കുറേ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് വളരെയധികം പ്രൈവസി കൊടുക്കുന്ന രീതിക്കുള്ള ഒരു സെറ്റപ്പാണ് അത് മൊത്തത്തിൽ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അന്ന് പോയപ്പോഴും ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഇനി വരുമ്പോഴും ഈ ഭാഗത്ത് കൂടെ വരുമ്പം ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കയറുന്നുള്ളത്. കാരണം ഇവക്കും കയറാം, ഇവക്ക് ഇഷ്ടമാണ് മന്തി. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഭയങ്കര വൈബ് പിടിച്ചൊരു സ്ഥലമാണ്.
അപ്പോൾ ഇവിടെയും നല്ല സർവീസുമാണ് കേട്ടോ. ഞങ്ങൾ 2ാമത്തെ തവണയാണ് വന്നത്. അപ്പം വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു മന്തിയും കഴിക്കുന്ന ഒരു മൊമെൻറ്റും കൂടി ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ അൽഫാം മന്തിയാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എല്ലാം സാധനങ്ങളും ഐറ്റംസൊക്കെ നല്ലതാണ്. കാരണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ പിന്നെ അവിടെ ചെല്ലുക. ഞങ്ങളെല്ലാവരും നല്ല ആർഭാടമായിട്ട് തന്നെ അത് കഴിക്കുകയുണ്ടായി. വളരെ ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കണതാണ്. പ്രത്യേകിച്ചും ഇത് പോപ്പിക്കുള്ള ട്രീറ്റ് ആട്ടോ. നമ്മുടെ കൂടെ പോപ്പി വരുമ്പം പാവം പോലെ ഇരിക്കുമ്പോൾ പിന്നെ അവൾക്കൊരു ട്രീറ്റ് കൊടുക്കണ്ടേ. കുഞ്ഞുങ്ങളെ കൊണ്ടടക്കുന്നതിനേക്കാളും ഇതാണ് ഇവളെ കൊണ്ടടക്കാൻ. കാരണം അവൾ അത്രയും പാവമാണ്, അത്രയും നേരം നിൽക്കും. അവൾക്ക് അറിയാം നമ്മൾ പുറത്താണ് പോയേക്കണേ, അപ്പം നമ്മൾ അതനുസരിച്ച് ഇരിക്കണം ഒക്കെ അറിയാം. അല്ലെങ്കിൽ പിന്നെ ആൾ കുറച്ചും കൂടി ഷാഢ്യവും കളിയും കളിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇത് അവൾ ആകെ ക്വയറ്റായിട്ടൊക്കെ ഇരുന്നോളും. അവൾക്കും ശീലമായി തുടങ്ങിയതൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. വൈകിട്ട് ആ സമയമെടുത്ത് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോരുണ്ടായി. പിന്നെ ഏകദേശം കുറച്ച് സമയം എടുത്തു അല്ലേ. അന്ന് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ബ്ലോക്ക് മാത്രമല്ല, മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ മഴയും ബ്ലോക്കും ഒക്കെ ആയപ്പം കുറച്ച് സമയം എടുത്തു. എന്നാലും ഒരു 9 മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റിയെന്നാണ് അന്ന് ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പം ഞങ്ങൾക്ക് അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം, കമൻസ് ആയിട്ടും ഒക്കെ അറിയിക്കണം. പിന്നെ ഇതുവരെ ബുക്ക് റിവ്യൂസ് മാത്രമല്ല നമ്മുടെ ഇതിലുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ബുക്ക് റിവ്യൂസ് കൂടുതലായിട്ട് അറിയണം, കാണണമെന്ന് താല്പര്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റഗ്രാമും കൂടി ഫോളോ ചെയ്യൂ. മൈ വ്യൂസ് ബൈ ലക്ഷ്മി തന്നെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഓരോരോ ബുക്കായിട്ട് പെട്ടെന്ന് റിവ്യൂ ഇടും. യൂട്യൂബിൽ ഇടുമ്പോൾ കുറച്ചും കൂടി സമയം എടുത്തിട്ടാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബുക്സിനെ സ്നേഹിക്കുന്നവർക്കും അല്ലാതെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കൂടി ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നല്ല വേറിട്ട വീഡിയോയുമായിട്ട് വരുന്നത് വരെ, this is Rajalakshmi signing off. Thank you.